നമസ്കാരം. മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് ആര്യ. ബഡായ് ബംഗ്ലാവിലൂടെയാണ് ആര്യ താരമാകുന്നത്. രമേശ് പിഷാരടിയുടെയും ആര്യയുടെയും ജോഡിയും വൻ ഹിറ്റായി മാറിയിരുന്നു. പിന്നീട് ആര്യ അവതാരകയുടെ കുപ്പായത്തിലും എത്തി. മലയാളത്തിലെ ഏറ്റവും മികച്ച അവതാരകരിൽ ഒരാളായി മാറാൻ സാധിച്ച ആര്യ സിനിമയിലും സാന്നിധ്യം അറിയിച്ചിരുന്നു. ഇതിനിടെയാണ് ബിഗ് ബോസിൽ എത്തുന്നത്. സോഷ്യൽ മീഡിയയിലും മിന്നും താരമാണ് ആര്യ. താരം പങ്കുവെക്കുന്ന ഫോട്ടോഷൂട്ടുകളും പോസ്റ്ററുകളും ഒക്കെ വൈറലായി മാറാറുണ്ട്. തന്റെ സന്തോഷങ്ങളും വിശേഷങ്ങളും എല്ലാം ആര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ആര്യ വിവാഹിതയാകാൻ പോകുന്നു എന്നുള്ള വാർത്ത പുറംലോകത്തെ അറിയിച്ചത്. ഡിജയും ബിഗ് ബോസ് മലയാളം താരവുമായിരുന്ന സിബിൻ ബെഞ്ചമിനെയാണ് ആര്യ വിവാഹം കഴിക്കുന്നത്. വർഷങ്ങളായുള്ള പരിചയവും അടുപ്പവുമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത്. രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ്. അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു എൻഗേജ്മെന്റ് ചടങ്ങുകൾ നടന്നത്. ഫംഗ്ഷന്റെ ചിത്രങ്ങൾ ആര്യയും സിബിനും സോഷ്യൽ മീഡിയ വഴി പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം ബിഗ് ബോസ് മലയാളം സീസൺ 2 മത്സരാർത്ഥിയായിരുന്നു വീണ നായരും. ആര്യ ബഡായും വീണ നായരും ഒരേ മേഖലയിൽ ജോലി ചെയ്തിരുന്നവരായതുകൊണ്ട് തന്നെ ഹൗസിലായിരുന്നപ്പോഴും ഇരുവരും നല്ല സൗഹൃദത്തിലായിരുന്നു. എല്ലാ കാര്യങ്ങളിലും ഒരുമിച്ച് നിന്നായിരുന്നു പ്രവർത്തിച്ചത്. എന്നാൽ ഇപ്പോൾ രണ്ടുപേരും പിണക്കത്തിലാണെന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. അതിന് കാരണം കഴിഞ്ഞ ദിവസം വീണ നൽകിയ അഭിമുഖമാണ്. വളരെ പ്രിയപ്പെട്ടതെന്ന് കരുതി താൻ പലരെയും ചേർത്ത് പിടിച്ചിരുന്നുവെന്നും എന്നാൽ തന്റെ അസാന്നിധ്യത്തിൽ അവരെല്ലാം തന്നെ പറ്റി മോശം പറഞ്ഞു നടക്കുന്നുവെന്ന് മനസ്സിലായപ്പോൾ ആ ബന്ധങ്ങൾ അവസാനിപ്പിച്ചുവെന്നുമാണ് മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിൽ വീണ നായർ പറഞ്ഞത്. അച്ഛൻ മരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ വിദേശത്ത് പ്രോഗ്രാമിന് പോയപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച സെൽഫി കണ്ട് എനിക്ക് പരിചയമുള്ള വ്യക്തി തന്നെ എന്നെ വിമർശിച്ചിരുന്നു. അതിനുശേഷം എന്ത് ചെയ്യുമ്പോഴും കുറെ കാലം ഞാൻ നാട്ടുകാരെ പേടിച്ചാണ് ചെയ്തിരുന്നത്. നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളെക്കുറിച്ച് പറഞ്ഞിരുന്നത് എന്താണെന്ന് വൈകിയേ നമ്മൾ അറിയൂ. അത് കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടും. ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് ഇവർ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന് തോന്നും. നമുക്കൊപ്പമുള്ളവർ തന്നെ നമ്മളെ പറ്റി ഓരോന്ന് പറഞ്ഞു നടക്കുമ്പോൾ നാട്ടുകാരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റുമോ? എനിക്ക് കുറെ നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അഭാവത്തിൽ അവർ നമ്മളെക്കുറിച്ച് മോശം പറയുന്ന സിറ്റുവേഷൻസ് ഉണ്ടായപ്പോൾ ആ സൗഹൃദങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറി. അവരുമായി എനിക്ക് ദേഷ്യമില്ല. അവരെ കാണുമ്പോൾ ചിരിക്കാനും റെഡിയാണ്. പക്ഷെ അവരുമൊത്തുള്ള സൗഹൃദവുമായി മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അവർ എന്നെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ എന്ന വിഷമമുണ്ട്. പല സമയത്തും അവർക്ക് വേണ്ടി നിലകൊണ്ടിട്ടുള്ളയാളാണ് ഞാൻ. എന്നിട്ടും ഞാൻ ഇല്ലാത്ത സമയങ്ങളിൽ എന്നെ പറ്റി മോശമായി പലതും പറഞ്ഞു. ഇതെല്ലാം ചെയ്തിട്ടും നമ്മളെ കാണുമ്പോൾ അവർ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുകയും ചെയ്യും. ഈ അനുഭവങ്ങളൊക്കെ കാരണം എന്റെ ഫ്രണ്ട് സർക്കിൾ ചുരുങ്ങി വളരെ ചെറുതായി. +2 മുതൽ അലീന എന്നൊരു സുഹൃത്ത് എനിക്കുണ്ട്. അവൾ ഇപ്പോഴും എന്റെ കൂടെ സുഹൃത്തായുണ്ട്. സുഹൃത്തുക്കൾ 3-4 പേരേ ഉള്ളൂ. അതിനുമേൽ എന്നെ പറ്റി അറിയുന്നവർ ആരുമില്ല. മഞ്ജു പത്രോസുമായി നല്ല സൗഹൃദമുണ്ട്. ഞങ്ങൾ എപ്പോഴും കാണുന്നവരല്ല, പക്ഷെ കാണുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കുമെന്നാണ് വീണ നായർ സൗഹൃദങ്ങൾ നൽകിയ തിരിച്ചടികളെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞത്. വീഡിയോ വൈറലായതോടെ വീണ ഉപേക്ഷിച്ച സൗഹൃദങ്ങളിൽ ആര്യയും ഉണ്ടെന്നാണ് പ്രേക്ഷകരുടെ കണ്ടെത്തൽ. കാരണം ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ വീണ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല വീണയുടെ മുൻ ഭർത്താവ് RJ അമൻ ആര്യയുടെയും സിബിന്റെയും ഉറ്റ ചങ്ങാതിയുമാണ്. ആര്യയുടെ വിവാഹ നിശ്ചയ ചടങ്ങിൽ അമൻ സജീവ സാന്നിധ്യമായി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നതിനും വൈകുന്നേരം മുഴുവൻ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിങ്ങൾ അലങ്കരിച്ചതിനും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. എന്റെ മൂത്ത സഹോദരന്മാരാണ് ഏറ്റവും മികച്ചവർ. ഇത് ഒരു തുടക്കം മാത്രമാണ് എന്നാണ് തങ്ങളുടെ എൻഗേജ്മെന്റിൽ പങ്കെടുക്കാൻ എത്തിയ അമന് നന്ദി അറിയിച്ച ആര്യ കുറിച്ചത്. അമന്റെ പുതിയ പങ്കാളിയുമായും ആര്യയ്ക്ക് അടുത്ത സൗഹൃദമുണ്ട്. ആര്യയുടെ സുഹൃത്ത് വലയത്തിലെ പ്രധാന അംഗമായിരുന്ന നടി ഷിബ്ല ഫറയും ആര്യയുമായും സൗഹൃദം അവസാനിപ്പിച്ചുവെന്ന തരത്തിലാണ് അടുത്തിടെ സംസാരിച്ചിരുന്നത്. അതേസമയം ചിങ്ങം പിറന്ന ശേഷം നല്ലൊരു ദിവസം നോക്കി വിവാഹിതരാകുമെന്നുള്ള തീരുമാനത്തിലാണ് ഇരുവരും. ആര്യയ്ക്ക് ഒരു മകളും സിബിന് ഒരു മകനുമുണ്ട്. അടുത്ത ബന്ധുക്കൾ സുഹൃത്തുക്കൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങിലായിരുന്നു ആര്യയുടെയും സിബിന്റെയും വിവാഹ നിശ്ചയം നടന്നത്. സിനിമ സീരിയൽ മേഖലയിൽ വലിയൊരു സൗഹൃദ വലയം ആര്യയ്ക്കുണ്ട്. അക്കൂട്ടത്തിൽ ആര്യയുമായി വളരെയധികം ആത്മബന്ധം പുലർത്തിയിരുന്ന സുഹൃത്താണ് നടിയും അവതാരകയും മോഡലുമെല്ലാമായ ഫറ ഷിബ്ല. കക്ഷി അമ്മിണിപ്പിള്ള സിനിമയിൽ നായികയായ ശേഷമാണ് മലയാളികൾക്ക് ഷിബ്ല സുപരിചിതയായി തുടങ്ങിയത്. ഷിബ്ലയുമായി മാത്രമല്ല നടിയുടെ കുടുംബാംഗങ്ങളുമായുമെല്ലാം നല്ലൊരു ബോണ്ടിംഗ് ആര്യയ്ക്കുണ്ടായിരുന്നു. ബിഗ് ബോസ് ഷോയുടെ അണിയറ പ്രവർത്തകരിൽ ഒരാളാണ് ഷിബ്ലയുടെ പങ്കാളി വിജിത്ത്. ആര്യയും ബിഗ് ബോസിൽ മത്സരാർത്ഥിയായി പങ്കെടുത്തിട്ടുണ്ട്. ആര്യ പങ്കെടുത്ത സീസണിൽ വിജിത്തിന്റെ ഏറെ പ്രിയപ്പെട്ട മത്സരാർത്ഥി നടിയായിരുന്നു. അങ്ങനെയാണ് വിജിത്തും ആര്യയും സൗഹൃദത്തിലാകുന്നതും ഷിബ്ലയും ആര്യയും പരിചയപ്പെടുന്നതും. ഷിബ്ലയുടെ വീട്ടിൽ വന്നാൽ താൻ ഗസ്റ്റ് അല്ല, അവിടുത്തെ കുടുംബാംഗമാണെന്നാണ് ആര്യ പറയാറുള്ളത്. ആത്മസുഹൃത്തുക്കൾ എന്നതിലുപരി ഇരുവരും സഹോദരങ്ങളെ പോലെയായിരുന്നു. കുറഞ്ഞ വർഷത്തെ പരിചയവും സൗഹൃദവും മാത്രമേ ഉള്ളുവെങ്കിലും ആര്യയുടെയും ജീവിതകഥകൾ ഷിബ്ലയ്ക്ക് വ്യക്തമായി അറിയാം. ആര്യ മനസ്സുവിട്ട് സംസാരിക്കാറുള്ള സുഹൃത്തുക്കളിൽ ഒരാൾ കൂടിയാണ് ഷിബ്ല. ഇപ്പോഴത്തെ ആര്യയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് ഷിബ്ല നൽകിയ മറുപടിയും ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ആര്യ സിബിന് വിവാഹത്തെക്കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു. അതോ എല്ലാവരെയും പോലെ ആ വിവാഹ വാർത്ത പുറത്തു വന്നപ്പോൾ എല്ലാവരെയും പോലെ ഷിബ്ലയ്ക്കും ഷോക്കായിരുന്നുവോ എന്നാണ് അവതാരക ഷിബ്ലയോട് ചോദിച്ചത്. നോ കമന്റ്സ് എന്നായിരുന്നു നടിയുടെ മറുപടി. വിവാഹത്തിന് മുമ്പ് ആര്യയ്ക്ക് ബ്രൈഡൽ ഷവർ പോലെ എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നായിരുന്നു രണ്ടാമത്തെ ചോദ്യം. ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുക്കുന്നില്ലെന്നായിരുന്നു അതിന് ഷിബ്ലയുടെ മറുപടി. ആര്യയുടെ വിവാഹ നിശ്ചയത്തിലും ഷിബ്ലയുടെ കുടുംബവും പങ്കെടുത്തിരുന്നില്ല. ഇതോടെ ആര്യ ഷിബ്ല സൗഹൃദം അവസാനിച്ചുവോ എന്നുള്ള ചർച്ചകൾ ഇരുവരുടെയും പ്രേക്ഷകർക്കിടയിൽ ആരംഭിച്ചു. ആത്മാർത്ഥ സുഹൃത്തിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞുവെങ്കിൽ തക്കതായ കാരണം കാണുമെന്നാണ് കമന്റുകൾ. ഷിബ്ലയും കുടുംബവും പുതിയ ഫ്ളാറ്റ് വാങ്ങിയപ്പോൾ കിടലും സമ്മാനവുമെല്ലാമായി ഗൃഹപ്രവേശനത്തിൽ പങ്കെടുത്ത വീഡിയോ 2 വർഷം മുമ്പ് ആര്യ സ്വന്തം യൂട്യൂബ് ചാനൽ പങ്കിട്ടിരുന്നു. ഷിബ്ലയുടെ മകനും ആര്യയും ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയായിരുന്നു. സിബിനുമായി ആര്യയ്ക്ക് വർഷങ്ങളുടെ പരിചയമുണ്ട്. സിബിനാണ് വിവാഹം ആലോചനയുമായി ആദ്യം ആര്യയെ സമീപിച്ചത്.
പറഞ്ഞത്. നല്ലതാണെന്ന് തോന്നൽ വന്നപ്പോൾ ആര്യയും സമ്മതം പറയുകയായിരുന്നു. മകളും സിബിനുമായുള്ള ആര്യയുടെ വിവാഹത്തിന് പിന്തുണ നൽകിയിരുന്നു. കാഞ്ചീവരം എന്ന ആര്യയുടെ സംരംഭത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നയാളും സിബിനാണ്. അതേസമയം കേരള ക്രൈം ഫയൽസ് സീസൺ 2-ലാണ് ഫറ ഷിബ്ലയുടെ ഏറ്റവും പുതിയ പ്രൊജക്ട്. വെബ് സീരീസ് ആണ് കേരള ക്രൈം ഫയൽസ് സീസൺ 2. പുലിമട, ഗെറ്റ് സെറ്റ് ബേബി തുടങ്ങിയവയാണ് ഇതിനു മുമ്പ് ഷിബ്ലയുടേതായി റിലീസിനെത്തിയ സിനിമകൾ. അടുത്തിടെ നടി ഹണി റോസിനെ വിമർശിച്ചതിന്റെ പേരിൽ ഫറ ഷിബ്ലയുടെ പേര് ചർച്ചയായിരുന്നു. സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ലെന്നും ഹണി റോസിന്റെ ഉദ്ദേശശുദ്ധിയിൽ സംശയമുണ്ടെന്നാണ് അന്ന് ഫറ പറഞ്ഞത്. വളരെ ബുദ്ധിപരമായ ആൺനോട്ടങ്ങളെയും ലൈംഗിക ദാരിദ്ര്യത്തെയും ഉപയോഗപ്പെടുത്തി വളരെ വൾഗറായ ആംഗിളിൽ എടുത്ത തന്നെ വീഡിയോകൾ ഷെയർ ചെയ്യുന്ന ഹണി റോസിന്റെ പ്രവൃത്തികൾ അതേ നിഷ്കളങ്കമല്ലെന്നാണ് ഫറ ഷിബ്ലയുടെ നിരീക്ഷണം. ഉപജീവനത്തിനായി ഉദ്ഘാടനങ്ങൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ലെങ്കിലും സ്ത്രീകളെ അങ്ങേയറ്റം സെക്ഷലൈസ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയിൽ അതിനെതിരെയുള്ള പോരാട്ടങ്ങളെ ഹണി റോസിന്റെ പ്രവർത്തികൾ ബാധിക്കുമെന്നും ഫറ ഷിബ്ല പറഞ്ഞിരുന്നു. സൈബർ ബുള്ളിംഗ് ഒരു തരത്തിലും ന്യായീകരിക്കുന്നില്ല. സോഷ്യൽ മീഡിയയിൽ അസഭ്യഭാഷ ഉപയോഗിക്കുന്നതും ബോഡി ഷേമിംഗ് ചെയ്യുന്നതും മറ്റൊരാളെ വേദനിപ്പിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നതും തെറ്റ് തന്നെയാണ്. അതിനെതിരായി മിസ് ഹണി റോസ് നടത്തുന്ന നിയമയുദ്ധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുവെന്നായിരുന്നു ഫറ ഷിബ്ല പറഞ്ഞിരുന്നത്. അതേസമയം ബിഗ് ബോസ് മലയാളത്തിൽ പങ്കെടുത്തുവെന്ന ഒറ്റ കാരണം കൊണ്ട് ഇപ്പോഴും ഹെയ്റ്റ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് ആര്യ ബഡായി. ബഡായി ബംഗ്ലാവിലെ രമേശ് പിഷാരിയുടെ ഭാര്യയായി ആര്യയെ പ്രേക്ഷകർക്ക് ഒരു സമയത്ത് വലിയ ഇഷ്ടമായിരുന്നു. ബഡായി ബംഗ്ലാവിലെ ആര്യയാണ് പ്രേക്ഷകർ ബിഗ് ബോസിലും പ്രതീക്ഷിച്ചത് എന്നതാണ് പിന്നീട് നടിക്ക് ഇത്രത്തോളം വിമർശനം കേൾക്കാൻ ഇടയാക്കിയത്. യഥാർത്ഥ ജീവിതത്തിൽ താൻ എങ്ങനെയാണോ അതുപോലെയാണ് ആര്യ ബിഗ് ബോസിലും പെരുമാറിയത്. ബിഗ് ബോസ് ഷോ എന്താണെന്നതിനെക്കുറിച്ച് ഷോയുടെ ഭാഗമായ സമയത്ത് തനിക്ക് ധാരണയില്ലായിരുന്നുവെന്ന് ആര്യ പറയുകയും ചെയ്തു. സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് ലഭിച്ച ഓഫർ ആയതുകൊണ്ടാണ് സ്വീകരിച്ചതെന്നുമാണ് ആര്യ പറഞ്ഞത്. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ പ്രതികരണം. 2019-ലാണ് എനിക്ക് ബിഗ് ബോസിലേക്ക് സെലക്ഷൻ കിട്ടുന്നത്. 2020 ജനുവരിയിലാണ് ആദ്യത്തെ എപ്പിസോഡ് എയർ ചെയ്യുന്നത്. 2018-ലാണ് അച്ഛൻ മരിച്ചത്. അതുവരെ എനിക്ക് ബഡായി ബംഗ്ലാവ് ഷോ ഉണ്ടായിരുന്നു. കൂടാതെ മറ്റു ചാനലുകളിലും ഷോ ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ കുറെ കാലം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു. അത്രയും കാലം ഞാൻ സമ്പാദിച്ചത് മുഴുവൻ അച്ഛൻ അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടി വെച്ചിരുന്നു. സേവിങ്സും കടം മേടിച്ച പൈസയും എല്ലാം അച്ഛന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു. ബിഗ് ബോസിലേക്ക് ഓഫർ വരുന്ന സമയത്ത് എനിക്ക് മറ്റു വർക്കുകളൊന്നും ഇല്ലായിരുന്നു. അതുവരെ ഞാൻ ചെയ്തിരുന്ന ഷോകൾ തീർന്നിരുന്നു. വർക്കുകളൊന്നും ഇല്ലാതെ ഇനി എന്ത് ചെയ്യുമെന്ന് കരുതി സ്റ്റക്കായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഓഫർ വന്നപ്പോൾ എനിക്ക് മറ്റു ഓപ്ഷനുകൾ ഇല്ലാത്ത സമയമായിരുന്നെന്നാണ് ആര്യ പറഞ്ഞിരുന്നത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.